നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ കണ്ടോ? അന്തപ്പൻ ടാക്സ് എന്നാണ് പുള്ളിയുടെ പേര്. 24,000 ഫോളോവേഴ്സ് ഉണ്ട് പുള്ളിക്ക്. അത്യാവശ്യം പുള്ളി കുറച്ച് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. യാദൃശ്ചികമായിട്ടാണ് പുള്ളിയുടെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സഹോദരനാണ്. ഒരു വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ വേണ്ടി ഒരു ക്രൈസ്തവ സഹോദരൻ്റെ വീട്ടിൽ പോയപ്പോൾ പുള്ളിക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ പുള്ളി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം ഒന്ന് കേൾക്കണം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ അഹങ്കരിച്ച് പറയാറുള്ള നമ്മുടെ ഈ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അത് സാത്താൻ്റെ നാട് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അതുപോലെ വർഗീയത ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്ഥലമായി നമ്മുടെ കേരളം ഇന്ന് മാറിയിരിക്കുന്നുള്ള, പ്രത്യേകിച്ച് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കേരളം, പ്രബുദ്ധരാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും സത്യത്തിൽ ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തെ കുറിച്ചിട്ട് ഈ സംഘികളും അതുപോലെ തന്നെ ക്രിസംഖികളായിട്ടുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നെ പലരും, ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് എന്നെ സുഡാപ്പി എന്ന് പറയും, ഞാൻ വർഗീയവാദി എന്ന് പറയും. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിരന്തരം കാണുന്ന 5-6 പേരുണ്ട്. ഇവരൊക്കെ സംഘപരിവാർ അനുഭാവികളും അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരുമായിരിക്കും. അവരോടൊക്കെ എനിക്ക് വളരെ വിനയത്തോടുകൂടി പറയാനുള്ള ഒരൊറ്റ കാരണം, ചേട്ടാ, ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങളെ കുറിച്ചിട്ടോ ഞാൻ എവിടെങ്കിലും ഒരു വർഗീയപരമായിട്ടുള്ളൊരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കാണിച്ചാൽ ഞാൻ ഇതോടുകൂടി നിർത്താം. സംഖ്യകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത് വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് 8 മടക്കി നിന്റെയൊക്കെ മടിക്കുത്തിന്റെ താഴെ വെച്ചാൽ മതിയെന്ന് ഞാൻ പറയും കേട്ടോ. അപ്പൊ എൻ്റെ ഈ ഒരു പ്രിയപ്പെട്ട സഹോദരന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം, നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം. അത് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് ആ സഹോദരൻ പറയുന്നത് കേൾക്കുമ്പോഴാണ് അതിന് അത്രത്തോളം വാല്യൂ ഉണ്ടാകുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണണം. ഈ ഒരു സഹോദരൻ പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം. കണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ആദ്യം ആ സഹോദരൻ്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. കേട്ടോ, ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ആളുകളുടെ ഇത്തരത്തിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റ് നോക്കാനായിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്, അതായത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് മിണ്ടാൻ ഭയങ്കര മടി, പിടിച്ചുള്ള സംസാരം. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും പുള്ളിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് പുള്ളി എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഈ മനുഷ്യൻ ഇങ്ങനെ, ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, വീട്ടിൽ വരുന്ന ആളുകളോട് പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനുശേഷമാണ് പുള്ളി, ഞാൻ ഈ കാതയിൽ കടുക്കനിട്ടേക്കുന്നതും എൻ്റെ കഴുത്തേൽ മാല കിടക്കുന്നതൊക്കെ പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളി പതുക്കെ എന്നോട് ചോദിച്ചു, നിൻ്റെ പേരെന്നാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്. എവിടെയാണ് വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മൈലക്കൊമ്പിലാണ് വീട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട്, ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ മതത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം എന്നോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാളുടെ ഉള്ളിൽ കിടന്ന സാധനം അയാൾ എന്നോട് പറഞ്ഞു. അയാളോർത്ത്, ഞാൻ ഓർത്തേ കാക്കാനാന്നോർത്തു എന്ന് പറഞ്ഞു. ആ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചിട്ടാ ഇയാൾക്ക് എന്നോട് മിണ്ടാൻ മടി. ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധതയാണ്. ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ തൊടുപുഴയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ, തൊടുപുഴ ടൗൺ മുഴുവൻ ഇവന്മാർ കീഴടക്കി. ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നി. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനെന്ന് പറഞ്ഞ് ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ അവരെ അത്തരത്തിൽ ഇന്ന് വരെ എനിക്കൊരു പ്രശ്നവും കണ്ടിട്ടില്ല. ഞാൻ ഈ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു മതിലപ്പുറം, അതായത് ഒരു ഭിത്തിക്കപ്പുറം താമസിക്കുന്ന ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഇന്നും രാവിലെ കഴിച്ചിട്ട് പോയ ഞാൻ മനുഷ്യനാണ് ഞാൻ. ആ എന്നോടാണ് ഇയാൾ മുസ്ലിം വിരുദ്ധത പറയുന്നത്. കുട്ടിക്കാലത്ത് എല്ലാ നബിദിന റാലിക്കും ഒരുപോലെ അവരുടെ കൂടെ ഒപ്പം പോയി ഒരുപോലെ പങ്കെടുത്തിരുന്നൊരു മനുഷ്യനാണ് ഞാൻ. ആ എന്നോടാണ് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധത പറയുന്നത്.
എൻ്റെ സഹോദരത്തുള്ളിലായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ കൊണ്ടു കിടക്കുന്ന ഷനൂഫുക്ക, ആ ഷനൂഫുക്കയുടെ വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ച് കുളിച്ചുറങ്ങി അവിടെ താമസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം പോലെ ജീവിക്കുന്ന എന്നോടാണ് ഇയാൾ മുസ്ലിം വിരുദ്ധത പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ അത്തരം ഒരു കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ നോക്കി ആരോടും ഞാൻ സൗഹൃദം കൂടിയിട്ടില്ല. എനിക്ക് ചെറുപ്പത്തിൽ ദഫ് കളി ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ദഫ് കളിക്കാനായിട്ട് സ്കൂളിൽ ദഫ് ടീമിൽ ചേരുകയും അതുപോലെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് വരെ പോയി ദഫ് കളിച്ച ഒരാളാണ് ഞാൻ. അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ എനിക്ക് ജീവിതം തന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. കാരണം ഞാൻ മലയാളം ആൽബം മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല വർക്കുകളെല്ലാം തന്നിരുന്നത് മുസ്ലിംസാണ്. ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. കൊല്ലം ഷാഫിക്കൊക്കെ കൈ വിടാതെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള മനുഷ്യനാണ് ഇന്നും ഇപ്പോഴും ഈ നിമിഷവും. അങ്ങനെയുള്ള എന്നോടാണ് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധത പറയുന്നത്. അയാൾ പറഞ്ഞ വർത്താനം, നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്നെങ്കിലേ ഇവന്മാരെ നേരിടാൻ പറ്റുള്ളൂ. എന്തിന്? എന്താവശ്യത്തിന് നേരിടുന്നു? ഇവിടെ എന്തായാലും മാത്രം സംഭവിച്ചിട്ടുള്ളൂ? എനിക്ക് മനസ്സിലായില്ല. അതിന് മാത്രം ഈ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിത് മനസ്സിലായില്ല. തീർച്ചയായിട്ടും വലിയ ഭയവും വലിയ ദുഃഖവും ഉണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും. ശരിക്കും പേടിയാവും നമുക്ക്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു എന്താ പറയുക, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന് പണ്ട് സ്കൂളിൽ പ്രതിജ്ഞയൊക്കെ ചൊല്ലി ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയക്ക് തന്നെ വേണം. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം, നമ്മൾ വളർന്നു വരുന്ന നമ്മളുടെ മക്കളിലേക്കെങ്കിലും ഇത്തരം വിഷം കുത്തിവെക്കുന്ന ആളുകളെ മക്കളുടെ അടുത്ത് നിന്നെങ്കിലും നമുക്ക് അകറ്റി നിർത്താൻ നമുക്ക് പറ്റണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ചിലപ്പം വലിയ വിപത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ പേടിക്കുന്നു. ഹൃദയത്തിൽ തൊട്ട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നീ ഇത് വന്ന് തുറന്നു പറയാൻ കാണിച്ച ആ ഒരു മനസ്സിന്. കാരണം ഇദ്ദേഹം ഈ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെന്ന വീട്ടിലെ ആ പറഞ്ഞ ആളുണ്ടല്ലോ, അവനൊരു ഒന്നാം തരം ക്രിസംഗിയാണ് എന്നുള്ളത് ഈ സഹോദരന്റെ ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം സംഘിയും ക്രിസംഗിയും അതുപോലെ ജൂതനും ഒരേ മനസ്സിനുടമകളാ, ഒരേ ശരീരവും ഒരേ മനസ്സുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാ. അവർ നമ്മുടെ നാടിന് ആപത്താണ്, നമ്മുടെ നാടിന് ദോഷമാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞില്ലേ, കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇത് കേൾക്കേണ്ടത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവരും നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളുമാണ്. ഇതുപോലത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്? എവിടെ നോക്കിയാലും ഇതുപോലെ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് ഇവിടുത്തെ ഒരു മതത്തോടുള്ള അന്ധമായിട്ടുള്ള വിരോധം കൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന കുറെ മരവാഴകളുണ്ടല്ലോ. ഇവരെക്കുറിച്ച് നമ്മളൊരു അക്ഷരം മിണ്ടിയാൽ നമ്മൾ വർഗീയവാദിയാകും, നമ്മൾ പറയുന്നത് മൊത്തം വർഗീയതയാകും. കാരണം ഇവൻ്റെയൊക്കെ കണ്ണിൽ സംഘപരിവാറിനെയോ സംഘികളെയോ വിമർശിച്ചാൽ അവൻ വർഗീയവാദിയാ. കാരണം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പും ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണാനും ഒരേപോലെ അവരെ നോക്കുന്നതും സംഘികളാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംഘികളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഒരുപാട് സന്തോഷം, അഭിമാനം തോന്നുന്നു എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പം. ഈ സഹോദരൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ പോയി കാണുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ സഹോദരൻ്റെ ഒരുപാട് വീഡിയോകളുണ്ട്. നിങ്ങളത് കാണണം. ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണം. നമ്മുടെ രാഹുൽ ഈശ്വർ, അദ്ദേഹത്തിൻ്റെ മതത്തിൽ അടിയുറച്ച് നിൽക്കുന്നു വിശ്വസിക്കുന്നെങ്കിലും അദ്ദേഹം നല്ല മതേതരവാദിയാണ്. അപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ടോളുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നിന്റെയൊക്കെ ചൊറിച്ചിലും മൂത്തലും കടിയൊക്കെ ഇവിടെ നന്നായിട്ടിരുന്ന് മാന്തി പൊളിച്ചോ. ഇവരെ പോലുള്ള സഹോദരങ്ങളില്ലേ, അവരുണ്ട് ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ കൂടെ, ഞങ്ങൾക്ക് കട്ടയ്ക്ക് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും